ഫ്ലാഷ് ബാക്ക്. ഫസ്മിനയുടെ സിസ്റ്റർ ഒരു റീൽ എടുക്കുന്നു. ആ റീലിൽ ഫസ്മിനയുടെ ഡയറി കാണിക്കുന്നു. ഡയറി കാണിക്കുക മാത്രമല്ല, ആ ഡയറി വേഗത്തിൽ മറിച്ചു നോക്കുന്നതും ആ റീലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മറിച്ചു നോക്കുമ്പോൾ 1-2 പേജുകൾ നല്ല രീതിയിൽ റിവീലായി. ജെ ഗീവ് മീ ദ ബെസ്റ്റ് സെക്സ് ടേൺഡ് ഇൻടു എ സെക്സ് മാനിയാക്. ഓ മൈ ഗോഡ്, you did it. Congrats. Thank you. No mention. ജെ ഗീവ് മീ ദ ബെസ്റ്റ് സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജെ എന്ന വ്യക്തിയുമായിട്ട് അടിപൊളിയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. A few moments later. ആ വീഡിയോ ഇട്ടതിന് ശേഷം ഫസ്മിനയുടെ സ്റ്റോറി ഞാൻ ഇങ്ങനെ കണ്ടു. ഇൻസ്റ്റയിൽ ഇട്ട സ്റ്റോറിയാണ്. യു ക്യാൻ ജഡ്ജ് മീ ആഫ്റ്റർ നോയിങ് ദ സൈഡ് ഐ ഷെയർ. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. പോസ്റ്റിംഗ് അബൌട്ട് ദ ഡയറി സ്റ്റഫ് ഓൺ ട്യൂസ്ഡേ. ഇന്ന് ട്യൂസ്ഡേ ആണ് ഗൈസ്. വീഡിയോ എവിടെ? ഫസ്മിന എവിടെ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഇന്ന് വീഡിയോ ഇടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു വേറൊരു സ്റ്റോറി ഇന്ന് ഫസ്മിനയുടെ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. For all the questions, allegations and everything in between, I will be posting from Friday and concluding this matter. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. This deserves a closure. കൺക്ലൂഡ് ചെയ്യാണെന്ന്. നിനക്കപ്പ 500K സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ വേണ്ട? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്റെ ലല്ലു അവന്റെ ഭാഗം പറഞ്ഞ് ഇന്റർവ്യൂ ആയിട്ട് വന്നപ്പോ എവക്ക് ക്ലോഷർ വേണമെന്നടേ. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. ലല്ലുവിനെ പറ്റി ഇരുന്ന് അപരാധിക്കാൻ, അവന്റെ കാര്യങ്ങൾ പറയും. എന്ത് ഉത്സവം നീ പറയുന്നൊക്കെ ശരിയന്നെ, സംഭവം ശരിയന്നെ. പക്ഷെ നിന്റെ കാര്യങ്ങൾ എടുത്ത് അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്ക് അവക്ക് ക്ലോഷർ വേണമെന്ന്. Thereafter, I won't react to anything related to this traumatic phase or event. ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അടുത്ത വീഡിയോയിൽ ഫസ്മിന് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ഇൻട്രോ ഒന്ന് കാണിച്ചു തരാവേ. പോരട്ടെ. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഫസ്മിന തന്നെ കരയാൻ മിടിക്കുകയാണ്. ഗ്ലിസറിന്റെ ആവശ്യം പോലും ഇല്ല. മുൻനിരയിലുള്ള നടിമാര് വരെ തോറ്റു പോകും ഫസ്മിനയുടെ കരച്ചിലിന്റെ മുന്നിൽ. കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. ഫസ്മിനയുടെ മെയിൻ കോർ സാധനം കരച്ചിലാണ്. കിടന്നുകൊണ്ട് കരയുക, നിന്നുകൊണ്ട് കരയുക, തലകുത്തിന്ന് കരയുക, പലതരത്തിലുള്ള കരച്ചിലുകൾ കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് ഫസ്മിന. അതൊരു പുതിയ കാര്യമല്ലല്ലോ. ഇങ്ങനെയുള്ളവരെ ഞങ്ങളുടെ കാലത്ത് പാര എന്നാണ് പറയുന്നത്. അവന്റെ അപരാധം മൊത്തം എടുത്തിടാൻ, അവന്റെ തുണ്ട് വരെ ടെലിഗ്രാം ചാനലിൽ കൂടെ എടുത്തിടാൻ ഒരു മടിയും ഫസ്മിന കാണിച്ചില്ല. എന്തൊക്കെയായിരുന്നു? ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? പക്ഷെ അവൻ വന്നിട്ട് 2 ഡയറിയുടെ 2 സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടപ്പോഴത്തേക്ക് പൊട്ടി. അപ്പോഴത്തേക്ക് ട്രോമാറ്റിക് ഫേസ്. ഇവള് പറയുന്ന ട്രോമ എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സ് നിറഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. വരട്ടെ, നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.